നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞായറാഴ്ച വീഡിയോ എടുക്കാൻ കാരണം അച്ഛനും അമ്മയൊക്കെ ഞായറാഴ്ച ഉണ്ടാവുള്ളൂ. പിന്നെ ഞായറാഴ്ചയാണ് ഞങ്ങളുടെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കണ ദിവസം. അപ്പോൾ നൂൽപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ പല്ലൊക്കെ തേച്ച് മുഖം ഇപ്പോൾ ഫേസ് ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങി ഒരു മാസമായിട്ട്. അതിൻ്റെ ഒരു ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഉറങ്ങി എണീറ്റ് ആദ്യം ഒന്ന് കഴുകും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഇട്ടുകൊടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു മാസമായിട്ട് തുടങ്ങിയതാണ്. നല്ല വ്യത്യാസമുണ്ട്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ ആദ്യം ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ യൂസ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ എൻ്റെ മുടി രാത്രി ഇങ്ങനെ മെടഞ്ഞിടാറാണ് പതിവ്. നേരം വെളിച്ചാകുമ്പോൾ എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാൽ പല്ലേക്കൽ കഴിഞ്ഞ ഫസ്റ്റ് ഞാൻ പിന്നെ ചെയ്യുക ഇതാണ് കേട്ടോ. എനിക്ക് ആദ്യം തന്നെ അത് അഴിച്ച് കെട്ടി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വേറെ ആരും എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. എനിക്ക് ആദ്യം ഈ ഒരു പണി ചെയ്ത് തീർക്കണം. രാവിലെയും വൈകിട്ടും എനിക്ക് എൻ്റെ മുടി കെട്ടിറക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അതിന് ശേഷം കൈയൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ എന്താ പറയുക ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായക്ക് നൂൽപ്പെട്ടാണ്. നൂൽപ്പെട്ടിൻ്റെ കറി ഗ്രീൻ ബീൻസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമക്കറി. നല്ല കുറുമക്കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് കുറുമക്കറി. ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എനിക്ക് വൈറ്റ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഒഴിവുള്ള ഓല ഉണ്ടാക്കാൻ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത്തിരി പണിയുണ്ട്, നല്ല തേങ്ങാപ്പാലും തേങ്ങയൊക്കെ വേണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇല്ലാത്ത കാരണം ഞായറാഴ്ച ദിവസം തേങ്ങയൊക്കെ വാങ്ങി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ നൂൽപ്പെട്ടും അതുപോലെ തന്നെ കുറുമക്കറിയും ഓലനൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് വൈറ്റ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിന് വേണ്ടിയിട്ട്. അതിനുശേഷം എൻ്റെ അല്ലറ ചില്ലറ പണികളായ അടിച്ചോരൽ, തുടയ്ക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പാൻ പോകും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അലക്കുകല്ലില്ലാത്ത കാരണം അമ്മ കുളത്തിൽ വെച്ചിട്ടാണ് തിരുമ്പുക. അപ്പോൾ അമ്മ തിരുമ്പാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അടിച്ചോരലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷം അവിടെ അച്ഛൻ മൊന്തയൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട്. മൊന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊന്തക്കാടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലെ സൈഡിൽ ഇതുപോലെ ബുഷ് പോലെ ഓരോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അമ്മ വെച്ച് പിടിപ്പിക്കും, അച്ഛൻ ഇതുപോലെ വെട്ടി ബുഷാക്കി നിർത്തും കേട്ടോ. അപ്പോൾ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അവിടെയാണ് നമ്മുടെ കുക്കുമൊക്കെ കളിക്കുക. കുക്കു വേറെ കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെയാണ് കളിക്കുക. അപ്പോൾ അച്ഛൻ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വീടൊക്കെ അത്യാവശ്യം നന്നായി ഒതുക്കണ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. എല്ലാ ദിവസം ചെറിയ രീതിയിൽ ഒതുക്കും. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകി. പിന്നെ അച്ഛങ്ങനെ ചൂല് പിടിച്ചിരിക്കുന്നത് കുക്കുവിനെ അടിക്കാനല്ല കേട്ടോ. ഉമ്മർത്ത് നിറച്ച് ഈച്ചകളുണ്ട്. അമ്മ അടിച്ചോരി കഴുകിയതാണ്. എന്നിട്ട് ഈച്ച വരും. അതായത് ഈ ചക്ക മാങ്ങ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈച്ച പോവില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ പ്ലേ ബട്ടണും പിന്നെ നമുക്ക് കുറേ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേ തൂക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ ഒരു തവണ ഫോട്ടോ ഫ്രെയിമും അതുപോലെ തന്നെ ഇതൊക്കെ തൂക്കിയതാണ്. അമ്മ ആണി അടിച്ചപ്പോൾ അവിടേക്ക് ഇവിടേക്കൊക്കെ ഡാമേജ് ആയിട്ട് ഒക്കെ വളഞ്ഞിട്ടായിരിക്കുന്നുണ്ടായിരുന്നുണ്ട്. അച്ഛൻ്റെ നിന്ന് കുറേ ചീത്തൊക്കെ കിട്ടും. ഞാൻ വന്നിട്ട് ചെയ്യില്ലേ, അച്ഛനാകെ ഞായറാഴ്ച ഒഴിവുള്ളൂ. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു. അച്ഛനാകുമ്പോൾ അതിൻ്റെ നാക്ക് പോലെ കറക്റ്റായിട്ട് ചെയ്യും. എല്ലാം തൂക്കി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചോരി തുടച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്ക് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറ് കഴിച്ചു കഴിഞ്ഞോ? ഇത്ര എളുപ്പം ഫുഡ് കഴിച്ചിട്ട് എത്ര വയസ്സായിട്ടുണ്ട്? 3 വയസ്സായിട്ടുണ്ടോ? എങ്ങനെ 3 കാണിക്ക? എങ്ങനെ നമ്മൾ കയ്യില് 3 കാണിക്ക? ജീപ്പുണ്ട്. യെസ്, വെരി ഗുഡ്. ഒന്ന് ക്ലാപ്പ് ചെയ്തേ, ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ബ്ലൂ ബ്ലൂ. ഓക്കെ, ബ്ലാക്ക് എവിടെയോ? ബ്ലാക്ക്. അപ്പോൾ നമ്മുടെ കുക്കുവിന് എത്ര വയസ്സായി, അവൻ എന്ത് കോഴ്സിനാണ് പോകുന്നത്, അവൻ എന്താണ് ഓൺലൈൻ ക്ലാസ് ഈ പ്രായത്തിൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അവനെ ഞാനിപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ടീം ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ചീനി എന്ന് പറഞ്ഞുള്ളൊരു കോഴ്സിൽ ചേർത്തിട്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അടിപൊളി ക്ലാസ്സാണ്. അതുപോലെ തന്നെ അവർ ടീച്ചറും കുട്ടിയല്ല, ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ. ടീം ഇൻ്റർവെല്ലിൻ്റെ കോഴ്സുകൾ ചെറിയ പിള്ളേർക്ക് മാത്രമുള്ളതൊന്നല്ല കേട്ടോ. 3 മുതൽ +2 വരെയുള്ള പിള്ളേരെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്ക് ചേർന്നേക്കുന്നത് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞുള്ളൊരു കോഴ്സാണ്. ലിറ്റിൽ ജീനി എന്ന് പറയുമ്പോൾ
3 മുതൽ 7 വരെയുള്ള വയസ്സുള്ള പിള്ളേരെയാണ് പഠിപ്പിക്കുന്നത്. അതായത് അവർക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സൗണ്ട്സ്, പ്രൊനൗൺസിയേഷൻസ്, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അതൊക്കെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കോഴ്സിൽ ചേരാൻ പോകുമ്പോൾ ഒരു ചെറിയൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് പോലെ നടത്തിയിട്ട് ആ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ പിള്ളേരുടെ പഠന നിലവാരം മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ആവും അവർ ഡിസൈൻ ചെയ്ത് തരിക. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമുക്കൊരു ടീച്ചറിനെയും കൂടി അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ടീം ഇൻ്റർവെലിൻ്റെ കോഴ്സുകളിൽ എടുത്തു പറയേണ്ട ഒരു കോഴ്സാണ് കേട്ടോ ഫണ്ടമെൻ്റൽ കോഴ്സ്. ആ ഒരു കോഴ്സിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരുപാട് പിള്ളേർക്ക് ഇപ്പോഴും വലിയ ക്ലാസ്സുകളിൽ എത്തിയിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത പിള്ളേരുണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു 30-40 ക്ലാസ്സിലൂടെ അവരെ എഴുതാനും വായിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചർക്ക് ആ കുട്ടീനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ട്ലി ആയുള്ള സംസാരം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കുവിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിനൊക്കെ മുന്നേ കാലത്ത് ഞാനും അമ്മയും കൂടിയിട്ട് അച്ഛനൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാനും അമ്മയും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ യൂട്യൂബിലുള്ള ഒരുപാട് പേര് പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ഇപ്പം ചെയ്യാം, ഞാനിങ്ങനെ ഷോക്ക് അടിച്ച വീട് പോലെ അഭിനയിക്കാം, നീ പോയിട്ട് അച്ഛനെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വന്നിട്ടുള്ള രംഗം കൂടി നിങ്ങൾ കണ്ടു നോക്കി നോക്കി കേട്ടോ. ഈ പൊട്ടിയമ്മേ തൊട്ടപ്പളേ അവിടെ പുറത്ത് പോയി കളിച്ചോ? ഈ അയ്യോ ഈ ചക്കന്റെ പണി നോക്ക്. എന്താ ഈ തുമ്പ തൊടുമ്പളേ എനിക്ക് പേടിയല്ലേ. ഞങ്ങള് തൊടക്ക് പൊട്ടിയില്ല, ഇത് പൊട്ടിയിട്ട് ഇത് പൊട്ടിണ്ട് കണ്ട. ഈ പൊട്ടിണ്ട് വെറുതെ അല്ല. ഇതെങ്ങനെ പൊട്ടി? ഈ സ്വിച്ച് ഇങ്ങനെ പൊട്ടാൻ, ഈ സ്വിച്ച് പൊട്ടാനുള്ള കാരണം നോക്കണേ. അതൊന്നല്ല സോക്കറ്റ് ഇങ്ങനെ ആളുണ്ടാവില്ല. അതൊന്നല്ല സോക്കറ്റ് ഇങ്ങനെ ആളുണ്ടാവില്ല. ആ പ്രാങ്ക് അങ്ങോട്ട് സക്സസ് ആയില്ല കേട്ടോ. പിന്നെ ഓലൻ വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡിനൊന്ന് ഓലനാണ് കേട്ടോ. വൈറ്റ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണല്ലോ, അപ്പോൾ ഒന്ന് ഓലൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങ ഉപ്പും അതുപോലെ തന്നെ വേപ്പിലിട്ടിട്ട് 2-ാം പാലിൽ, അതായത് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലിൽ വേവിച്ചു. വെന്ത് കഴിഞ്ഞപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് എടുത്തു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഓല ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മദേഴ്സ് ഡേ ആയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തു, ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് തുണികളൊക്കെ മടക്കി വെച്ചു, പിന്നെയും വീട്ടിൽ അടിച്ചുവരലും കാര്യങ്ങളൊക്കെ ചെയ്ത് വിളക്ക് വെച്ച് ചോറുണ്ട് കിടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, എനിക്ക് മടിയായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.